എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ കോഡ് അവനാണെങ്കിൽ ഇപ്പൊ ചുന്ദരി പെണ്ണിനോട് പറയും, എന്റെ ചോദ്യങ്ങൾക്ക് ആൻസർ തരാതെ നിനക്ക് ഇവിടുന്ന് കടന്നു പോകാൻ കഴിയില്ല, അല്ലെങ്കിൽ നിന്നെ എന്നേക്കുമായിട്ട് ഞാൻ ഇല്ലാതാക്കും. അതിന് അവൾ അങ്ങനെ ടേൺ ചെയ്ത് കോഡിനോട് പറയും, നീ എന്നല്ല ആര് വിചാരിച്ചാലും എന്നെ മുഴുവനായിട്ട് ഇല്ലാതാക്കാൻ കഴിയില്ല. ഒരുപാട് കാലമായി ഞാൻ ആ സ്റ്റോറേജിൽ അങ്ങനെ വിങ്ങി ജീവിക്കുകയായിരുന്നു. എനിക്കിനി അല്പം റിലാക്സ് ആവശ്യമാണ്. അവളാണെങ്കിൽ അപ്പാപ്പനോട് ബാറിലേക്കുള്ള വഴി ചോദിച്ച് അങ്ങനെ സ്റ്റൈലായിട്ട് കടന്നു പോകും. കോഡിനാണെങ്കിൽ ഒരു സെക്കൻഡ് അവന്റെ ഹാർട്ടിൽ വലിയൊരു ബോംബ് വന്ന് വീണ പോലെ ഫീൽ ചെയ്യും. അവളുടെ നോട്ടവും കണ്ണുകളും ചുണ്ടുകളും അവന് ഒത്തിരി ഇഷ്ടാവും. ഇവിടെ ആ ചുന്ദരിപ്പെണ്ണാണെങ്കിൽ പതിയെ നടന്ന് പുറത്തേക്ക് വരും. ഉടനെ ഒരു സെക്യൂരിറ്റി അവളുടെ ഓപ്പോസിറ്റ് വന്ന്, നീ എങ്ങനെ പുറത്തിറങ്ങി, നിന്നെ ആരാ തുറന്നു വിട്ടെ? അവളാണെങ്കിൽ അതിന് നൈസായിട്ട് അവനങ്ങനെ ഹഗ് ചെയ്യാണ്. ഞാനിനി ഇവിടെ തന്നെ ഉണ്ടാവും, ഞാൻ മോചിതയായെന്ന് പറയും. അത് കേൾക്കേണ്ട താമസം അവനും അവളോട് വല്ലാത്തൊരു ഇഷ്ടവും കാമവും ഒക്കെ തോന്നി നടന്നു പോവാണ്. അതേസമയം കോഡാണെങ്കിൽ അവന്റെ ലക്ഷ്യമൊക്കെ മറന്ന് അപ്പാപ്പനോട് ആ പെണ്ണിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കും. സത്യത്തിൽ അവളുടെ നോട്ടം അതെന്നെ വല്ലാതെ ആകർഷിച്ചു കളഞ്ഞു. എനിക്ക് അവളോട് ആദ്യ കാഴ്ചയിൽ തന്നെ വല്ലാത്തൊരു അനുരാഗം തോന്നുന്നു. എന്താണെന്നറിയില്ല, എനിക്ക് അവളെ വീണ്ടും വീണ്ടും കാണാനും അവളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാനും തോന്നുകയാണ്. അതിന് അപ്പാപ്പൻ പറയും, നിന്റെ ഈ തോന്നലെല്ലാം വലിയ അപകടത്തിലേക്കുള്ള പോക്കാണ്. നിനക്കറിയില്ല അവൾ എത്രത്തോളം ഡേഞ്ചറസ് ആണെന്ന്. നമ്മളിപ്പോൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ പോലും അവൾക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. അടുത്ത നിമിഷം ചുന്ദരിപ്പെണ്ണാണെങ്കിൽ ഇപ്പൊ കോഡിന്റെ അടുത്തേക്ക് മടങ്ങിയെത്തും. നിനക്കറിയേണ്ട കാര്യങ്ങളെല്ലാം നിനക്ക് ഞാൻ പറഞ്ഞു തരാം. എനിക്ക് പാസ്റ്റും പ്രസന്റിലുള്ള കാര്യങ്ങൾ അത് ക്യാമറയിൽ കാണുന്നത് പോലെ കാണാനും കേൾക്കാനും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും സാധിക്കും. ഞാൻ ജനിക്കുന്നതിന് മുൻപുള്ള കാര്യങ്ങളല്ല ജനിച്ചതിന് ശേഷവും ഇപ്പൊ നടക്കുന്നത്. ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളും എന്നെ കൊണ്ട് പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ അത് നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ പറഞ്ഞു തരാം. നിനക്കറിയേണ്ടത് കവാക്കിയെ കുറിച്ചല്ലേ. അവർക്കിടയിൽ ഇപ്പോൾ കാര്യമായിട്ടൊരു ഡിസ്കഷൻ നടക്കുകയാണ്. അതെന്താണെന്ന് ഞാൻ നിനക്ക് പറഞ്ഞുതരാമെന്ന് പറയും. കട്ട് ചെയ്താ ഇവിടെ കൊവാക്കിയും ബൊറൂട്ടോയും സാറയുടെയും മീറ്റ്സുകയും അവരെല്ലാവരും ഇരുന്ന് വരാൻ പോകുന്ന വലിയ ദുരന്തത്തെക്കുറിച്ച് അങ്ങനെ പരസ്പരം സംസാരിക്കുകയാണ്. സാറുടെ പറയും, ഇപ്പൊ നമുക്ക് ആവശ്യം ബേസിക് ആയിട്ട് നല്ല രീതിയിൽ ചക്ര കൺട്രോൾ ചെയ്യുക എന്നതാണ്. പക്ഷേ നമ്മുടെ മുൻപിൽ ഇനി സമയം വളരെ കുറവാണ്. മീറ്റ്സുകയാണെങ്കിൽ കൊവാക്കിയോട് അവൻ എന്ത് തരത്തിലുള്ള അറ്റാക്കിനാണ് ശ്രമിക്കുന്നതെന്ന് ചോദിക്കും. അതിനവനാണെങ്കിൽ അവന്റെ കർമ്മ പവർ അവേക്കൻ ചെയ്യുകയാണ്. മീറ്റ്സുകയാണെങ്കിൽ ഇടയിൽ അവന്റെ പവർ ഉപയോഗിച്ച് ഇപ്പൊ കൊവാക്കിയുടെ കർമ്മ പവറിനെ തടയും. സാറുടെക്കാണെങ്കിൽ ടെൻഷനാവും, നിങ്ങൾ എന്തായി ചെയ്യണേ? ഞാനാണ് നിങ്ങളുടെ ടീം ക്യാപ്റ്റൻ, ഞാൻ പറയുന്നത് മാത്രമേ നിങ്ങൾ ഒബേ ചെയ്യാൻ പാടുള്ളൂ. അതിന് കൊവാക്കി ആണെങ്കിൽ ഇപ്പൊ സാറുടെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും. അവൾ ഫയർ സ്റ്റൈൽ ഉപയോഗിച്ച് കൊവാക്കി അറ്റാക്ക് ചെയ്ത് അവന് നേരെ ഒരു ശുരീങ്കൻ വലിച്ചെറിയാണ്. പക്ഷേ അവൻ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി വെട്ടിത്തിരിപ്പിച്ച് അവളുടെ തൊട്ട് പുറകിൽ വരും. ബ്രൂട്ടോ ആണെങ്കിൽ ആ കാഴ്ചയെല്ലാം കണ്ട് ടെൻസ്ഡ് ആവും. കൊവാക്കി, നീ എന്തായി ചെയ്യണേ? നമുക്കിപ്പോ പരസ്പരം ഫൈറ്റ് ചെയ്യാനുള്ള സമയമല്ല, മറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള ടൈമാണ്. അതിന് കൊവാക്കി പറയും, ഇനിയും ഡിസ്കസ് ചെയ്ത് സമയം കളഞ്ഞിട്ട് കാര്യമില്ല. അടുത്ത സെക്കൻഡ് ബൊറൂട്ടോയും ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവുകയാണ്. ഓക്കെ, ഫൈറ്റ് ചെയ്ത് ആര് ജയിക്കുന്നോ അവര് ബാക്കിയുള്ളവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കണം. അത് കേട്ട് എല്ലാവരും ഇപ്പൊ ഫൈറ്റ് ചെയ്യാൻ റെഡി ആവുകയാണ്. കൊവാക്കി ആണെങ്കിൽ ബൊറൂട്ടോട് പറയും, നമ്മൾ തുടക്കം മുതൽ ഈ ഫൈറ്റ് മാത്രമാണ് ചെയ്തത്. ഇത്തവണ റിയൽ ഫൈറ്റാണ്. സോ നിനക്ക് നിന്റെ കർമ്മ പവർ പോലും എനിക്കെതിരായിട്ട് ഉപയോഗിക്കാം. അതിന് ബൊറൂട്ടോ ആണെങ്കിൽ ചിരിക്കും, നിന്നെ തോൽപ്പിക്കാൻ എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ഇവിടെ ലേഡി അവൾ അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ലൈവായിട്ട് വാച്ച് ചെയ്യാണ്. കോഡാണെങ്കിൽ ടെൻഷനാവും, നീ എന്താ ഒന്നും മിണ്ടാത്തെ? അവിടെ എന്താ ഇപ്പം നടക്കണേ? അതിനവൾ പറയും, നടക്കാൻ പോകുന്നത് അത് ഞാൻ അറിയിക്കും. നിന്റെ ആവശ്യം ഇപ്പൊ നിന്റെ ബോഡിയിലുള്ള ആ ഒരു ലിമിറ്റർ അതെടുത്ത് മാറ്റുക എന്നതല്ലേ? അത് കേട്ട് കോഡാണെങ്കിൽ ഞെട്ടുകയാണ്. അതെ, എനിക്ക് എന്റെ പവർ ലിമിറ്റർ അതില്ലാതാക്കണം. എനിക്ക് ഒരുപാട് പേരെ കൊല്ലാനുണ്ട്. അതിന് ആ ലേഡി പറയും, എനിക്കതിന് നിന്നെ സഹായിക്കാൻ കഴിയില്ല. ഡോക്ടർ ആമഡോ, അവനെയാണ് നീ കാണേണ്ടതും സഹായം ചോദിക്കേണ്ടതും. തീർച്ചയായിട്ടും അവൻ നിന്നെ സഹായിക്കും. ഡോക്ടറിന്റെ കണ്ണും വെരിഫിക്കേഷൻ കോഡും അത് രണ്ടും ആവശ്യമാണ്. പക്ഷേ ട്രാൻസ്ഫർമേഷൻ ജിപ്സിലൂടെ അതൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല. നമ്മുടെ ഡോക്ടറിന്റെ കണ്ണ് അതെനിക്ക് കൊണ്ടുവന്ന് തരികയാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കൊണ്ട് പറ്റും പോലെ ഞാൻ ശ്രമിക്കാം. അല്ലെങ്കിൽ ആമഡോയെ അവനെ കീഴ്പ്പെടുത്തേണ്ടി വരും. അവനെ എൻ്റെ കയ്യിൽ കിട്ടിയാൽ തീർച്ചയായിട്ടും ഞാൻ കൊല്ലും. അവനാണ് എന്നെ മോഡിഫൈ ചെയ്ത് ഈ രീതിയിലാക്കിയത്. ഓക്കെ, നിനക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഞാൻ തന്നു കഴിഞ്ഞു. എത്രയും വേഗം നീ ഇവിടുന്ന് പോകണം. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ കൊവാക്കിയും ബൊറൂട്ടോയും അവർ രണ്ടുപേരും നിർത്താതെ ഫൈറ്റ് ചെയ്യാണ്. കൊവാക്കി ആണെങ്കിൽ ബൊറൂട്ടോട് പറയും, ഒരു കാരണവശാലും ഫൈറ്റിന്റെ ഇടയിൽ നീ ഇമോഷണൽ ആയിട്ട് ചിന്തിക്കാനായിട്ട് പാടില്ല.
ജീഗൺ അവൻ എന്നെ ഒരുപാട് ഉപദ്രവിച്ചാണ് ഫൈറ്റ് ചെയ്യിപ്പിച്ചത്. ആദ്യമൊക്കെ പേടിച്ച് ഞാൻ ഓടി. പിന്നീട് അവനെ തോൽപ്പിക്കാനായി ഞാൻ എൻ്റെ ഇമോഷൻസ് മാറ്റിവെച്ച് നല്ല രീതിയിൽ ട്രെയിനിങ് എടുക്കാനായിട്ട് ആരംഭിച്ചു. അതുപോലെ നീയും ട്രെയിനിങ് എടുത്ത് സ്ട്രോങ് ആയി ഇമോഷൻസ് ഇല്ലാതെ ഫൈറ്റ് ചെയ്യണം. കൊവാക്കി ആണെങ്കിൽ തീർത്തു പറയും, ബൊറൂട്ടോ നീ നിന്റെ കർമ്മ പവർ അത് അവേക്കൻ ചെയ്യാതെ ഒരിക്കലും കോഡിനെ നിനക്ക് എതിർക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കൊവാക്കി ഒരു വലിയ പവർ ബൊറൂട്ടോയ്ക്ക് നേരെ അയക്കും. അടുത്ത നിമിഷം ബൊറൂട്ടോ അവനാണെങ്കിൽ അവന്റെ ഇൻവിസിബിൾ ആയിക്കൊണ്ടിരുന്ന ആ ഒരു കർമ്മ പവർ അതുപയോഗിച്ച് കൊവാക്കിയുടെ പവർ മുഴുവനായിട്ടും അബ്സോർബ് ചെയ്തെടുക്കുകയാണ്. അത് കണ്ട് എല്ലാവരും ഞെട്ടും. കൊവാക്കിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവൻ ബൊറൂട്ടോട് പറയും, അതെ ഇത് തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. ഈ പവർ കൊണ്ട് മാത്രമേ കോഡിനെ നിനക്ക് എതിർക്കാനായിട്ട് പറ്റൂ. കട്ട് ചെയ്താ ഇവിടെ ചുന്ദരിപ്പെണ്ണാണെങ്കിൽ കോഡിനോട് പറയും, നിനക്കറിയേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞു. ഇനി നീ എനിക്ക് ടെൻഷൻ ഉണ്ടാവാതെ ഇവിടുന്ന് പോകണം. അതിനവൻ പറയും, എനിക്കിനിയും ഒരുപാട് കാര്യങ്ങൾ നിന്നിൽ നിന്ന് അറിയാനുണ്ട്. അതറിയാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. അതിന് അവൾ അവനെ നോക്കി ചിരിച്ചു പറയും, നീ ജീഗന്റെ വെറും ഒരു പപ്പടല്ലേ. ജീഗണെ ഒരു യൂസ്ലെസ് ആണ്, അവനെ പോലെ നീയും ഒരു യൂസ്ലെസ് ആണെന്ന് പറയും. അത് കേട്ട് ഇപ്പൊ കോഡിന്റെ കൺട്രോൾ പോവും. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ ജീഗണ നീ പരിഹസിക്കും. എന്റെ മുൻപിലിരുന്ന് നീ ജീഗണ പരിഹസിക്കാൻ പാടില്ല എന്ന് പറയും. അതിനവൾ വീണ്ടും അങ്ങനെ കാഷ്വലായിട്ട് ചിരിച്ച് കോഡിന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കും. അവളങ്ങനെ നോക്കും തോറും കോഡിന് എന്നോടുള്ള ഇഷ്ടവും ആഗ്രഹമൊക്കെ കൂടി കൂടി വരികയാണ്. അവൾ ചോദിക്കും, നിനക്കിപ്പോ എന്നോടൊരു അല്പം ഇഷ്ടം തോന്നുന്നുണ്ടല്ലേ, എന്നോട് നിനക്ക് ക്രഷ് ഉണ്ടല്ലേ. അതിനവൻ തല താഴ്ത്തി പതിഞ്ഞ ശബ്ദത്തിൽ അതേന്ന് പറയും. നിന്നെ ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിനവൾ ചിരിച്ച്, സത്യത്തിൽ ഇതെൻ്റെ മറ്റൊരു കഴിവാണ്. എനിക്ക് മറ്റുള്ളവരുടെ ഉള്ളിലെ ഫീലിങ്സിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയും. മാത്രമല്ല മറ്റുള്ളവരെ സെഡ്യൂസ് ചെയ്യാനും അട്രാക്റ്റ് ചെയ്യിക്കാനുമുള്ള ഒരു പ്രത്യേക കഴിവ് എനിക്കുണ്ട്. ബോയ്സിനെ മാത്രമല്ല, ഈ പവർ ഉപയോഗിച്ച് ഗേൾസിനെയും എനിക്ക് ഇത്തരത്തിൽ വശീകരിക്കാനും കൺട്രോൾ ചെയ്യാനും പറ്റുമെന്ന് പറഞ്ഞ് അവളങ്ങനെ ഹായ് ആയിട്ടിരിക്കും. ഓടിനാണെങ്കിൽ അതൊക്കെ കേട്ട് ഭയങ്കര അത്ഭുതം. സത്യത്തിൽ എൻ്റെ ഉള്ളിൽ നിന്നോട് തോന്നുന്ന ഇമോഷൻ അത് സത്യമാണോ, അത് റിയൽ ഇമോഷൻ തന്നെയാണോ? അതിനവള് പറയും, നിന്റെ ഇമോഷൻസ് അത് നല്ല ഇമോഷനാണോ മോശം ഇമോഷനാണോ എന്നൊന്നും എനിക്ക് പറയാനായിട്ട് കഴിയില്ല. മാത്രമല്ല അതൊന്നും എൻ്റെ ടോപ്പിക്കല്ല. ഈ ഇരിക്കുന്ന അപ്പാപ്പന് പോലും എന്നോട് ഇമോഷൻസ് ഉണ്ട്, ഇഷ്ടമുണ്ട്. അതുകൊണ്ടാണ് ആൾ എനിക്ക് വേണ്ടി ഇത്രയും കാലവും ഇവിടെ കാവലിരുന്നത്. ഉടനെ കോഡിനാണെങ്കിൽ കാര്യം പിടികിട്ടും. അപ്പോൾ ബോറോയ്ക്കും നിന്നെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് അവൻ നിന്നെ ഡിസ്പോസ് ചെയ്യാതെ ഇവിടെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചതല്ലേ. ജീഗൺ എന്തുകൊണ്ട് നിന്നെ കണ്ട് ഇംപ്രസ് ആയില്ല? അവൻ എന്തുകൊണ്ടാണ് നിന്നെ ഡിസ്പോസ് ചെയ്യാൻ ബോറോയെ ഏൽപ്പിച്ചത്? അതിനവൾ പറയും, ബോറോയ്ക്ക് എന്നെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവൻ എന്നെ ഇവിടെ പ്രിസർവ് ചെയ്ത് വെച്ചത്. അതേസമയം എനിക്ക് വശീകരിക്കാൻ പറ്റാത്ത രണ്ട് ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്. ഒന്ന് എൻ്റെ ഫാമിലിയിൽ പെട്ടവര്, രണ്ട് ഒസുസുക്കി. ജീഗണെ കൺട്രോൾ ചെയ്തിരുന്നത് ഒസുസുക്കിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ജീഗണെ അട്രാക്ട് ചെയ്യിപ്പിക്കാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. കൊവാക്കിയുടെ ബോഡിയിലും ആ ഒസുസുക്കിയുടെ പവർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവനെയും എനിക്ക് ഇംപ്രസ് ചെയ്യാൻ കഴിഞ്ഞില്ല. അത് കേട്ട് കോഡ് പറയും, ഓക്കെ എനിക്ക് മനസ്സിലായി, നിനക്ക് ഇംപ്രസ് ചെയ്യാൻ കഴിയാത്തവരെയാണ് നിനക്കിഷ്ടം. അതിനവളും അതേന്ന് മറുപടി പറയും. കട്ട് ചെയ്താ ഇവിടെ ബൊറൂട്ടോയും കൊവാക്കിയും അവർ രണ്ടുപേരും വമ്പം പവറൊക്കെ എടുത്ത് പൊരിഞ്ഞ പോരാട്ടം. ബൊറൂട്ടോ ആണെങ്കിൽ ഹൈ ലെവൽ പവർ ഉപയോഗിച്ച് ഇപ്പൊ കൊവാക്കിയുടെ കഴുത്തിലെ ആ ഒരു ബാൻഡ് വരെ രണ്ടായിട്ട് കട്ട് ചെയ്ത് അവനെ അടിച്ച് താഴെ ഇടുകയാണ്. ദൂരത്തായിട്ട് നറൂട്ടോ ഈ കാഴ്ചയെല്ലാം കണ്ട് നോക്കിയിരിക്കും. കൊവാക്കിക്കാണെങ്കിൽ വല്ലാത്ത അപമാനം. ഇത്രയൊക്കെ ട്രെയിനിങ് എടുത്തിട്ടും എനിക്ക് ഇത്രയൊക്കെ പവർ ഉണ്ടായിട്ടും വീണ്ടും ഞാൻ ദയനീയമായിട്ട് പരാജയപ്പെട്ടു. സോ എന്തെങ്കിലും ഒരു അഡ്വേഴ്സ് സിറ്റുവേഷൻ വന്നാൽ എനിക്ക് ലീഫ് വില്ലേജിനെ പ്രൊട്ടക്ട് ചെയ്യാനാവില്ല. പിന്നെ ബൊറൂട്ടോ ആണെങ്കിൽ കവാക്കിയോട് പറയും, ഇത് ശരിക്കും ഒരു അൾട്ടിമേറ്റ് തോൽവിയോ ജയമോ ഒന്നും തന്നെയല്ല. എൻ്റെ ഈ പവർ ഉപയോഗിച്ച് എനിക്ക് കോഡിനെ ഒരുപക്ഷെ തോൽപ്പിക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷേ നിന്റെ വാക്കിന് ഞാൻ വില കൽപ്പിക്കുന്നു. നീ പറയുന്നത് പോലെ തന്നെ ട്രെയിനിങ് എടുത്ത് മുൻപോട്ടേക്ക് പോകാൻ ഞാൻ തയ്യാറാണ്. അത് കേട്ട് കോഡിന് കേൾക്കുമ്പോൾ കൊവാക്കിക്കാണെങ്കിൽ ഒരല്പം ആശ്വാസം. അവനങ്ങനെ ഹായ് ആയിട്ട് കിടന്ന് ഇപ്പൊ ബൊറൂട്ടോയെ തന്നെ നോക്കും. ബൊറൂട്ടോ ആണെങ്കിൽ ഇപ്പൊ കവാക്കിക്ക് നേരെ കൈ നീട്ടും. കവാക്കി ആണെങ്കിൽ കൈ കൊടുക്കും. ബൊറൂട്ടോ അവനെ ഉയർത്തിയെടുത്ത് പറയും, നമ്മളെല്ലാവരും ഫ്രണ്ട്സാണ്, ഒറ്റക്കെട്ടായി നമ്മളിതിനെ നേരിടും. അപ്പോഴേക്ക് സാറുടെ ആണെങ്കിൽ നിലവിളിച്ച് ബൊറൂട്ടോട് ദേഷ്യപ്പെട്ട് പറയും, നീ അവന്റെ ബാൻഡ് പൊട്ടിച്ചു അല്ലേ, തീർച്ചയായിട്ടും നിനക്കിതിന് പണിഷ്മെന്റ് ഉണ്ടാവുമെന്ന് പറയും. അത് കേട്ട് ബൊറൂട്ടോ ആണെങ്കിൽ അങ്ങനെ സാഡായിട്ട് നിൽക്കുകയാണ്. കട്ട് ചെയ്താ ഇവിടെ കോഡ് അവൻ ആ ചുന്ദരിയോട് പറയും, എനിക്കറിയാം നിന്റെ പ്രിൻസ് അത് കൊവാക്കിയാണ്. പക്ഷേ ഓട്സുസുക്കിയുടെ പവർ അത് കൊവാക്കിക്ക് മാത്രമല്ല, നറൂട്ടോയുടെ മകൻ ബൊറൂട്ടോയ്ക്കും ഉണ്ട്. അപ്പൊ ബൊറൂട്ടോയും നിന്റെ പ്രിൻസ് ആണോ? അതിനവിടാണെങ്കിൽ അല്പനേരം സൈലന്റ് ആയിട്ടിരിക്കും. ബൊറൂട്ടോ വളരെ ക്യൂട്ടാണ്. പക്ഷേ ബൊറൂട്ടോ ടെൻടെയിലിനുള്ള എൻ്റെ സമ്മാനമാണ്. അവനെ ടെൻടെയിലിന് സമർപ്പിച്ച് ആ ഒരു വലിയ ഫ്രൂട്ട് ഞാൻ സ്വന്തമാക്കുമെന്ന് പറയും. അതിന് കോഡാണെങ്കിൽ അവളോടൊപ്പം ചേർന്ന് ഒരു ഡ്രിങ്ക്സ് ഓഫർ ചെയ്ത് തീർച്ചയായിട്ടും ഈ മിഷൻ അത് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ചെയ്യുമെന്ന് പറഞ്ഞ് അവരങ്ങനെ ഡ്രിങ്ക്സ് അടിക്കുകയാണ്. അപ്പാപ്പനാണെങ്കിൽ അത് കണ്ട് ഞെട്ടും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ബൊറൂട്ടോ മീറ്റ്സുകയും സാറുടെയും ചേർന്ന് ആ തകർന്നു പോയ
ഹെഡ് ബാൻഡ് അതെങ്ങനെയെങ്കിലും പഴയതുപോലെ ആക്കാൻ ശ്രമിക്കുകയാണ്. ഇവിടെ കൊവാക്കി അവനാണെങ്കിൽ ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് എനിക്കിനിയും പ്രാക്ടീസും ട്രെയിനിങ് ഒക്കെ എടുത്ത് നന്നായിട്ട് സ്ട്രോങ് ആവണം എന്ന് മനസ്സിൽ കരുതി ഉറപ്പിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.